നിങ്ങൾക്കോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കോ മാനസികാരോഗ്യ പ്രശ്നം വന്നാൽ നിങ്ങൾ ആരെ കൺസൾട്ട് ചെയ്യും? ഈ ചോദ്യത്തിന് ഉത്തരം കാണണമെങ്കിൽ അടിസ്ഥാനപരമായി മാനസികാരോഗ്യ വിദഗ്ധർ എത്ര തരത്തിലുള്ളവർ ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ആദ്യത്തെ കാറ്റഗറി സൈക്കാട്രിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. സൈക്കാട്രിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ MBBS ബിരുദം കഴിഞ്ഞ് സൈക്കാട്രിയിൽ MD ചെയ്ത് ശാരീരികമായ ബയോളജിക്കൽ പ്രോസസ്സിൽ ഉണ്ടാകുന്ന താളം തെറ്റലുകൾ കാരണമാണ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന അസംഷനിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങളെ മുഴുവനും മരുന്നുകൊണ്ട് ചികിത്സിക്കുകയും ഗൈഡൻസ് കൊടുക്കുന്നവരാണ് സൈക്കാട്രിസ്റ്റുകൾ എന്ന് പറയുന്ന വിഭാഗം. അതേസമയം MA സൈക്കോളജി അല്ലെങ്കിൽ MSc സൈക്കോളജി കഴിഞ്ഞ് പിന്നീട് MPhil ക്ലിനിക്കൽ സൈക്കോളജി എടുക്കുകയോ അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിയിൽ PhD എടുക്കുകയോ കൗൺസിലിംഗ് സൈക്കോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്യുകയോ ചെയ്യുന്ന മറ്റൊരു വിഭാഗവും നമ്മുടെ മുമ്പിലുണ്ട്. ഇവർ പൊതുവെ മാനസികാരോഗ്യ പ്രശ്നങ്ങളെ നമ്മൾ ലേൺ ചെയ്തതിലുള്ള പാകപ്പിഴകളാണ് എന്നും ആ പാകപ്പിഴകളെ നമുക്ക് സയന്റിഫിക് ആയ ചിട്ടയോടുകൂടിയുള്ള ഒരു തെറാപ്യൂട്ടിക് മെത്തേഡിലൂടെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാനായിട്ട് നമുക്ക് സാധിക്കും എന്ന അസംഷനിൽ വളരെ ശാസ്ത്രീയമായി പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി പോലെയുള്ള തെറാപ്പികൾ ഉപയോഗിച്ചുകൊണ്ട് മാനസികാരോഗ്യ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന വിദഗ്ധരാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ. അതല്ല എങ്കിൽ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മറ്റൊരു വിഭാഗം. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സൈക്കാട്രിസ്റ്റുകൾക്ക് മാത്രമാണ് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാനുള്ള നിയമപരമായ അധികാരം ഉള്ള ആൾക്കാരും. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾക്ക് ഒരിക്കലും മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാൻ കഴിയില്ല. സൈക്കാട്രിസ്റ്റുകൾ ബയോളജിക്കൽ പ്രോസസ്സിലൂടെയാണ് മാനസിക രോഗങ്ങളെ കൈകാര്യം ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ സമാധാനത്തോടെ കേൾക്കാനുള്ള സമയം ഒരു സൈക്കാട്രിസ്റ്റിന് ഇല്ല എങ്കിൽ നിങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത് യഥാർത്ഥ ഒരു പ്രൊഫഷണലിന്റെ അടുത്തല്ല എന്ന് നിങ്ങൾക്ക് എത്രയും വേഗം മനസ്സിലാക്കാൻ സാധിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ കിട്ടും. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ പലപ്പോഴും നമ്മൾ എല്ലാവരും തന്നെ ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിന്റെ അടുത്ത് എത്തിപ്പെടുന്നത് സോഷ്യൽ മീഡിയയിൽ അവരുടെ വീഡിയോസ് കാണുന്നതിലൂടെയോ ഏതെങ്കിലും റേഡിയോയിലൂടെയോ FM ചാനലിലൂടെയോ അവരുടെ സംഭാഷണങ്ങൾ കേൾക്കുകയോ ചെയ്ത് അതിൽ ആകൃഷ്ടരായിട്ടായിരിക്കും പലപ്പോഴും നമ്മൾ അവരുടെ അടുത്ത് എത്തിപ്പെടുന്നത്. അങ്ങനെ എത്തിപ്പെടുന്ന സാഹചര്യത്തിൽ പലപ്പോഴും ഇവരുടെ യഥാർത്ഥ യോഗ്യത എന്താണോ എന്നോ അല്ലെങ്കിൽ ഇവർ എവിടെയാണ് പഠിച്ചതെന്നോ ഒന്നും തന്നെ നമ്മൾ ആലോചിക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ യോഗ്യതകളെ കുറിച്ചുള്ള വ്യക്തമായ ഒരു ക്ലാരിറ്റി നിങ്ങൾ വരുത്തിയതിനു ശേഷം മാത്രം ഒരു പ്രൊഫഷണലിന്റെ അടുത്ത് എത്തിപ്പെടുക. സൈക്കാട്രിസ്റ്റിന്റെ അടുത്താണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അയാൾ എവിടെയാണ് MBBS ചെയ്തത്, അയാൾ എവിടെ നിന്നാണ് MD കഴിഞ്ഞിരിക്കുന്നത്, ആ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ മെഡിക്കൽ കോളേജിന്റെ ക്രെഡിബിലിറ്റി എന്താണ്, അതിന് വാലിഡിറ്റി ഉള്ള ഡിഗ്രി തന്നെയാണോ, കൺസൾട്ട് ചെയ്ത ആൾക്കാരുടെ റിവ്യൂസ് എന്തെങ്കിലും ഗൂഗിൾ റിവ്യൂസ് പോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിൾ ആണോ, കഴിയുമെങ്കിൽ ഫോൺ നമ്പർ കിട്ടിയാൽ സംസാരിക്കാനുള്ള അവസരം ക്രിയേറ്റ് ചെയ്യുക. ഫോണിലൂടെ അവരുമായി സംസാരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് കിട്ടും. സൈക്കാട്രിസ്റ്റുകൾ MBBS പഠിച്ചത് എവിടെയാണ് എന്ന് നോക്കുന്നത് പോലെ തന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ എവിടെ നിന്നാണ് സൈക്കോളജിയിൽ ബിരുദം കിട്ടിയത്, ആ ബിരുദം കിട്ടിയിരിക്കുന്നത് റെഗുലർ കോഴ്സിലൂടെയാണോ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴിയാണോ, ക്ലിനിക്കൽ സൈക്കോളജിയിൽ അവർ എവിടെ നിന്നാണ് MPhil കഴിഞ്ഞിരിക്കുന്നത്, അവർ ഉപയോഗിക്കുന്ന തെറാപ്യൂട്ടിക് മെത്തേഡ് എന്താണ്, ആ തെറാപ്യൂട്ടിക് മെത്തേഡ് പഠിച്ചത് എവിടെ നിന്നാണ്, എത്ര നാളായി ആ തെറാപ്യൂട്ടിക് മെത്തേഡ് ഉപയോഗിക്കുന്നു, പബ്ലിക്കായി അവൈലബിൾ ആയിട്ടുള്ള റിവ്യൂസ് നിങ്ങൾ നോക്കുക. കൺസൾട്ടേഷന് പോകുന്നതിന് മുമ്പ് ഫോണിലൂടെ സംസാരിക്കാൻ ശ്രമിക്കുക. യഥാർത്ഥ പ്രൊഫഷണൽ ആണ് എങ്കിൽ വ്യക്തവും സുവ്യക്തവുമായ വിവരങ്ങൾ ഒന്നുകിൽ അയാൾ തന്നെ അയാളുടെ പബ്ലിക് പ്രൊഫൈലുകളിൽ നേരിട്ട് ഡിസ്പ്ലേ ചെയ്യുകയോ അതല്ലാത്ത പക്ഷം നിങ്ങൾ ചോദിക്കുന്നതിന് വ്യക്തമായ ഉത്തരം നൽകുകയോ ചെയ്യാതിരിക്കുകയാണെങ്കിൽ അയാൾ ഒരു നല്ല പ്രൊഫഷണൽ ആകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. യഥാർത്ഥ പ്രൊഫഷണലും അവരും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം, യഥാർത്ഥ പ്രൊഫഷണൽ ശാസ്ത്രീയമായ രീതിയിൽ അപഗ്രഥിക്കുകയും അവരുടെ അപ്രോച്ചും അവരുടെ രീതിയും എല്ലാം തന്നെ ഒരു സയന്റിഫിക് ടെമ്പർ ഉള്ള രീതിയിലായിരിക്കും. അല്ലാത്തവർ മുഴുവനും കേൾക്കാൻ വളരെ രസകരമായ ഫാൻസി ടേംസ് ഉപയോഗിച്ചുകൊണ്ട്, ഉദാഹരണത്തിന് ഓറ ഹീലിംഗ്, കോച്ചിങ്, മോട്ടിവേഷണൽ സ്പീക്കർ, ഇത്തരത്തിൽ കേട്ട് കഴിഞ്ഞാൽ ഇത് കൊള്ളാമല്ലോ എന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും അവർ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ പറയുന്ന പ്രിക്കോഷണറി മെത്തേഡ്സ് എടുക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിന്റെ സമീപം എത്താൻ സാധിക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടോ? അവരിൽ നിന്നും നല്ല ഒരു ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? അതോ നിങ്ങൾ എപ്പോഴെങ്കിലും പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ? പ്ലീസ് ഡു കമന്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമുക്ക് വീണ്ടും അടുത്ത ബുധനാഴ്ച പുതിയൊരു വീഡിയോയുമായി കാണാം. സ്റ്റേ ട്യൂൺഡ്.